بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا لا تجعل مع الله إلها آخر فتقعد مذموما مخذولا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മയെല്ലാം സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി പാലിച്ച് ജീവിച്ച് ആ രൂപത്തിൽ ഈ ലോകത്തു നിന്ന് വിട പറയാൻ അവൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാനും ഇതേപോലെ തന്നെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാണിജ്യവൽക്കരണത്തിനെതിരെ അഥവാ ആത്മീയത വാണിജ്യവൽക്കരിക്കപ്പെടുന്നു. അതിനെതിരെയുള്ള അതിശക്തമായ സമരമുറയുടെ ഭാഗമാണ് അഥവാ ISM
വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമുറയുടെ ഭാഗമാണ് ഇവിടെയും നാം ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഒട്ടനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതത്തിൻ്റെയും ആത്മീയതയുടെയും പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ അടുത്തിട ഏതാനും ദിവസങ്ങൾ ഒരു പത്രത്തിൽ വന്ന തുടർ ലേഖനം ഏറെക്കുറെയൊക്കെ നമ്മൾ വായിച്ചതാണ്. സമുദായത്തിലും സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, മതത്തിന്റെ പേരിലും ആത്മീയതയുടെ പേരിലും, അതെന്തൊക്കെയാണ്, അതെത്ര വലുതാണ്, എത്ര നികൃഷ്ടമാണ് എന്നൊക്കെ അത് വളരെ കൃത്യമായി വരച്ച് കാണിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലും ഒട്ടും കുറവല്ല. വ്യാപകമായി അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്, അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വലിയൊരു സംഘടന തന്നെ ഉണ്ട് എന്നോർക്കുമ്പോഴാണ് നമുക്ക് ലജ്ജ തോന്നുന്നത്. അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം, അനാചാരങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു സംഘടന. ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തമല്ല എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വിശ്വാസമാണ്, തൗഹീദാണ്. തദടിസ്ഥാനത്തിലുള്ള സുന്നത്തുമാണ്. തൗഹീദും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അഥവാ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്ന് മറ്റൊരു രീതിയിൽ പറയാം. പരിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന, മനുഷ്യലോകത്തിന് വിഭാവനം ചെയ്യുന്ന അതിശക്തമായ വിശ്വാസമാണ് തൗഹീദ്. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഒരു മുസ്ലിം അവന്റെ ഇസ്ലാമിക ജീവിതം ക്രമീകരിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ കോട്ടം വരുമ്പോൾ അവന്റെ ഇസ്ലാമിന്റെ പേരിലുള്ള പ്രവർത്തനങ്ങളും തകരാറിലാകും. അതുകൊണ്ട് എപ്പോഴും ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ടത് അവന്റെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും വരാതെ അത് സംരക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രബോധന രംഗത്ത് തൗഹീദിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രബോധന രീതിയാണ് നാം സ്വീകരിക്കേണ്ടത്. ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഇവിടെ വരികയും അവർ പ്രബോധനം നടത്തുകയും അവരുടെ പ്രബോധനത്തിന്റെ അടിത്തറയും തൗഹീദായിരുന്നു. മുഴുവൻ പ്രവാചകന്മാരും ഇവിടെ ഒരൊറ്റ ദീനാണ് പ്രബോധനം നടത്തിയത്. അതിന്റെ അടിത്തറയാകുന്ന വിശ്വാസം അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻകഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. ആ കലിമത്ത് തൗഹീദായിരുന്നു. മാത്രവുമല്ല, ഇന്നാ മആശിറൽ അംബിയാഇ ദീനുനാ വാഹിദുൻ, ഞങ്ങൾ പ്രവാചകന്മാർ അഖിലവും ഇവിടെ പ്രബോധനം നടത്തിയ ദീൻ ഒറ്റ ദീനാകുന്നു. അത് പരിശുദ്ധ ഇസ്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ ജീവിതത്തിനാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് തന്നെയാണല്ലോ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അസ്സുന്നത്തു വൽ ജമാഅ, അത് അംഗീകരിക്കുന്നവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലമാണ്
ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തിയത്. ആ പ്രബോധനം എവിടെയും എത്താതെയല്ല അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇസ്ലാമിന്റെ സമ്പൂർണമായ രൂപം ഈ ലോകത്ത് മനുഷ്യരുടെ മുന്നിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും വരച്ച് കാണിക്കുകയും ചെയ്തുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, നരകത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളോട് കൽപ്പിക്കാതിരുന്നിട്ടില്ല. അതായിരുന്നു അവിടുത്തെ ഭാഷ. നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയും സ്വർഗത്തിൽ നിന്ന് അകത്തിക്കളയുകയും ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് നിരോധിക്കാതിരുന്നിട്ടും ഇല്ല. അപ്പൊ സ്വർഗം കിട്ടാൻ എന്താണ് വഴി? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള വഴി എന്താണ്? അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? പരിശുദ്ധ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തോടെ പൂർത്തീകരിക്കപ്പെട്ടു എന്നതാണ്. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപിക്കുകയും ചെയ്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ ഖുർആനിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ആശയം മുസ്ലിം സമൂഹം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇതിൽ ആർക്കെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടോ? മുസ്ലിം സമൂഹം ആരാധനയായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അനുവർത്തിക്കേണ്ടത്, എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്, ഇത് വളരെ കൃത്യമായി അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ, അഭിപ്രായ ഭിന്നതയുണ്ടോ? എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതാണോ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിലകൊള്ളുന്ന ദീൻ? മുസ്ലിമീങ്ങൾ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയകള്, പ്രവർത്തനങ്ങള്, മതത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനകളും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന, അത് മാതൃകയായി അംഗീകരിച്ച് സ്വഹാബത്ത് വളരെ കൃത്യമായി ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ആ സമ്പൂർണമായ ദീനിൽ ഉള്ള കാര്യങ്ങളാണോ ഇന്ന് മുസ്ലിമീങ്ങളായ നമ്മളിൽ ഉള്ളത് എന്ന് ഓരോ മുസ്ലിമും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നാം നേരം വെളുത്താൽ കിടന്നുറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ മതത്തിന്റെ പേരിൽ നടമാടുന്ന ഓരോ കാര്യങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ആണല്ലോ, ഇസ്ലാമിൽ തന്നെ ഉള്ളതാണോ അതോ മറ്റു വല്ലതുമാണോ? തീർച്ചയായും ഓരോ മുസ്ലിമും ഏത് കാലത്തും പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങോട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അകറ്റി നിർത്തേണ്ടതും ഉണ്ട്. ഏത് കാലത്തും ഇസ്ലാമിനെ തകർക്കുവാനും പൊളിക്കുവാനും വേണ്ടി ഒരു ശക്തി പ്രവർത്തിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. അത് ചിലപ്പോൾ ഇസ്ലാമിന് പുറത്തുള്ളവർ മാത്രമല്ല, ഇസ്ലാമിന് അകത്തുള്ളവരും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ ഇസ്ലാമിനകത്തുള്ളവരെയാണ് പുറത്തുള്ളവരെക്കാൾ ഭയപ്പെടുന്നത് എന്ന്. ഇസ്ലാമിന് വെളിയിലുള്ളവരെ അവർ ഇസ്ലാമിന് വെളിയിലുള്ളവരാണ് എന്ന നിലയിൽ നോക്കിക്കാണാനും അവരെ അകത്ത് നിർത്താനും വളരെ വേഗത്തിൽ നമുക്ക് സാധിക്കുമെങ്കിൽ, ഇസ്ലാമിൽ അകത്തുള്ളവരെ തിരിച്ചറിയാനാണ് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് തന്നെ ഞാൻ മുസ്ലിമാണെന്നും ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ എന്നും അവകാശപ്പെടുകയും ഭൂരിപക്ഷത്തിന്റെ അവകാശവാദം ഉന്നയിക്കുകയും ഭൂരിപക്ഷത്തിന്റെ നേതൃത്വം അവർ പിടിച്ചടക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങളാണ് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും ശരിയായ പാതയിൽ നിലകൊള്ളുന്നവർ എന്ന് അവകാശപ്പെട്ടാൽ തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് അത് അംഗീകരിക്കേണ്ടി വരും. അവർ അംഗീകരിക്കാൻ തയ്യാറാകും. പക്ഷെ എന്തുകൊണ്ട് തീർച്ചയായും അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല? അതെ, ഇസ്ലാമിൽ ഒരു കാര്യം
മുസ്ലിം സമൂഹത്തിൽ നിലകൊള്ളുന്ന ഒരു കാര്യം അത് ഇസ്ലാമികമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ എന്താണ് മാർഗം? ആ മാർഗം വളരെ വ്യക്തമായി സലഫുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ മാർഗം? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇജ്മാ, ഖിയാസ്, ഈ 4 പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് ഇസ്ലാം ഇവിടെ നിലകൊള്ളുന്നത്. ഈ 4 അളവുകോൽ വെച്ചുകൊണ്ട് നാം അളക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഇസ്ലാം, ഏതാണ് ഇസ്ലാം അല്ലാത്തത് എന്ന്. എന്നാൽ ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനം തന്നെ ഇളക്കിയിരിക്കുകയാണ്. ഈ പ്രമാണങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ പ്രമാണം ഒന്ന് മാത്രമാണ്, തൊട്ടു മുൻപുള്ളവരെ പിന്തുടരുക എന്നത് മാത്രം. ആ മാർഗം അവലംബിച്ചപ്പോൾ അവിടെ മുതൽക്ക് തുടങ്ങി ഈ സമുദായത്തിന്റെ നശീകരണം എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തൊട്ടു മുൻപുള്ളവരെ പിൻപറ്റുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് സാധാരണക്കാരല്ല, മറിച്ച് പണ്ഡിതന്മാരാണ്. വലിയ വലിയ പണ്ഡിതന്മാരാണ് ആ വഴി സ്വീകരിക്കുന്നത്. ജനങ്ങളോട് അവർ ഉപദേശിക്കുന്നതും ആ രൂപത്തിലാണ്, തൊട്ടു മുൻപുള്ളവരെ പിൻപറ്റുക. നമ്മൾ ഖുർആനിലേക്കോ തിരുസുന്നത്തിലേക്കോ നോക്കേണ്ടതില്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല, നമുക്കതിന് അർഹതയുമില്ല. നമ്മുടെ മുൻഗാമികൾ തൊട്ടു മുൻപുള്ളവർ എന്താണോ നമ്മളോട് പറഞ്ഞു തന്നത് അത് അംഗീകരിച്ചങ്ങ് ജീവിച്ചാൽ മതി. ഇങ്ങനെ ഒരു ആശയം, ഇങ്ങനെ ഒരു നിലപാട് ഈ സമുദായത്തിലേക്ക് കടന്നു വന്നപ്പോൾ ധാരാളം ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും നമ്മളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അത് തടുക്കാനുള്ള പഴുതില്ല. എന്തുകൊണ്ട് പഴുതില്ല? അളവുകോല് ഖുർആനോ തിരുസുന്നത്തോ അല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതമല്ല, സ്വഹാബത്തിന്റെ പാതയല്ല, താബിഈകളുടെയോ തബഉ താബിഈകളുടെയോ പാതയല്ല. അങ്ങനെ ഒരു മാനദണ്ഡമില്ല. പിന്നെ ഏതാണ് പാത? തൊട്ടു മുൻപുള്ളവരെ അംഗീകരിക്കുക. അപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവർ വിശ്വസിക്കുന്നതും അവർ ആചരിക്കുന്നതും ഒക്കെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരിക, ഇസ്ലാമിൽ അത് ശരിയായ ദീനായി തീരുകയും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ അടിത്തറയെ തന്നെ ഇളക്കിക്കളയുന്ന തൗഹീദിനെ തുരങ്കം വെക്കുന്ന ഇസ്തിഗാസ ഈ സമുദായത്തിൽ ഇന്ന് ശക്തമായി വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഇസ്തിഗാസ? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുക എന്നതാണ്. അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുക എന്നാൽ എന്താണ്? നാം എല്ലാ ദിവസവും നിസ്കരിക്കുന്ന വേളയിൽ നിസ്കാരത്തിൽ നിർബന്ധമായും പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ടല്ലോ ഫാത്തിഹയിലൂടെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന്. ഇവിടെ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. പിന്നെയോ അല്ലാഹുവേ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. എല്ലാ മുസ്ലിമും എല്ലാ സമയത്തും ഒരു ദിവസത്തിൽ നിർബന്ധമായും 17 പ്രാവശ്യം നിസ്കാരത്തിലൂടെ പറയുന്ന ഈ കാര്യം ഏതൊരു സാധാരണക്കാരനും അറിയാവുന്നതാണ്. ഇബാദത്തും ഇസ്തിആനത്തും അഥവാ സഹായത്തേട്ടവും അല്ലാഹുവിനോട് തന്നെയാകുന്നു. ഇങ്ങനെ ഒരു ആയത്ത് ഫാത്തിഹയിലൂടെ ഓതി അത് നിസ്കാരത്തിൽ നിർബന്ധമാക്കാനുള്ള കാരണം എന്താണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ, അതിൽ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മഹുല്ലാ അദ്ദേഹമാണ് ആ കിതാബിന്റെ രചയിതാവ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മഹാനാണ് അദ്ദേഹം. അദ്ദേഹം ശിർക്കിനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ശിർക്കിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് അന്നഹും കാനൂ യസ്തഈനൂന ബിഗൈരില്ലാഹ്, അവർ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നവരായിരുന്നു. ഫി ഹവായിജിഹിം, അവരുടെ ആവശ്യങ്ങളിൽ. മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവരോട് അവരുടെ ആവശ്യങ്ങളിൽ സഹായം തേടുന്നവരായിരുന്നു. മാത്രവുമല്ല, ഏതായിരുന്നു ആ സഹായം തേടുന്നത്? മിൻ ശിഫാഇൽ മരീദി വഗിനാഇൽ ഫഖീരി, രോഗശമനത്തിന് വേണ്ടി, ദാരിദ്ര്യം ഒഴിവായി കിട്ടുന്നതിന് വേണ്ടി,
അവർക്ക് വേണ്ടി ഇവർ നേർച്ച നേരുകയും ചെയ്യുമായിരുന്നു. യതവക്കഊന ബിതിൽക്കൻ നുദൂരി, ആ നേർച്ച കൊണ്ട് ഇവർ പ്രതീക്ഷിക്കുന്നതോ, അവർ എന്തായിരുന്നു പ്രതീക്ഷിക്കുന്നത്? വയത്ലൂന അസ്മാഅഹും റജാഅ ബറകത്തിഹിം, അവരിൽ നിന്നുള്ള ബറക്കത്തായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ അവരുടെ നാമങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കുകയും അവർക്ക് വേണ്ടി നേർച്ച നേരുകയും ഒക്കെ ചെയ്യുന്നു. അവരിൽ നിന്ന് ഇവർ പ്രതീക്ഷിച്ചത് എന്താണ്? റജാഅ ബറകത്തിഹിം, റജാഅ ബറകത്തിഹാ, ആ നേർച്ചകളുടെ ബറക്കത്ത്, അല്ലെങ്കിൽ ബറകത്തിഹിം, അവരിൽ നിന്നുള്ള ബറക്കത്ത് ഇതായിരുന്നു. അല്ലെങ്കിൽ ആ അസ്മാ റജാഅ ബറകത്തിഹാ, ആ പേരുകളുടെ ബറക്കത്ത്. അപ്പൊ ആ പേരുകൾ ഉച്ചരിക്കുന്നത് ആ പേരുകളെ കൊണ്ടുള്ള ബറക്കത്ത് ഉദ്ദേശിച്ചായിരുന്നു. ഫൗജബല്ലാഹു തആല അലൈഹിം മൻ യഖൂലു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അപ്പോൾ അല്ലാഹു നിർബന്ധമാക്കിയവർക്ക് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയാൻ അവരെ നിർബന്ധമാക്കി. അപ്പൊ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നു, അത് മുസ്ലിമീങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെ സ്വഹാബത്താകുന്ന മുസ്ലിമീങ്ങളും ആ രീതി സ്വീകരിച്ചിരുന്നു. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? നിസ്കരിക്കുന്നത് മുസ്ലിമീങ്ങളാണല്ലോ, അപ്പൊ മുസ്ലിമീങ്ങളും അത് ചെയ്തിരുന്നു. എന്താ ചെയ്തിരുന്നത്? വയതുലൂന അസ്മാഅഹും വയൻദുറൂന ലഹും, അവർക്ക് വേണ്ടി നേർച്ച നേരുമായിരുന്നു. വയതുലൂന അസ്മാഅഹും, അവരുടെ പേരുകൾ ഇങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മുടെ ബദരീങ്ങളുടെ പേരുകൾ ഇങ്ങനെ പാരായണം ചെയ്യൂലേ, അതുപോലെ ഇങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു. മാത്രവുമല്ല റജാഅ ബറകത്തിഹാ, ആ പേരുകളെ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് എന്താണ്? അതിന്റെ ബറക്കത്തുമാണ് ഉദ്ദേശിച്ചിരുന്നത്. അവരുടെ ആവശ്യങ്ങളിൽ എന്തായിരുന്നു അവരുടെ ആവശ്യം? മിൻ ശിഫാഇൽ മരീദി വഗിനാഇൽ ഫഖീരി, അവർക്ക് രോഗശമനം ഉണ്ടാകണം, ദാരിദ്ര്യം നീങ്ങണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരുടെ ആവശ്യങ്ങളിൽ അവർ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുകയും അഭയം തേടുകയും ചെയ്തിരുന്നു. അപ്പൊ അല്ലാഹു തആല ഇങ്ങനെ പറയാൻ അവർക്ക് നിർബന്ധമാക്കി എന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്ത് നിസ്കാരത്തിലൂടെ പാരായണം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നിർബന്ധമാക്കിയത് തന്നെ അവർ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്ന രീതി സ്വീകരിച്ചിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. എന്നിട്ട് ഇതിന് ഇങ്ങനെയുള്ള ഈ ചെയ്തി, ആ ചെയ്തി അറിയാതിരുന്നിട്ടല്ല, അത് അറിയാവുന്നതോട് കൂടെ തന്നെ അവർ വാദിക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാം എന്നാണ്. അത് തന്നെ അല്ലാഹുവിനോട് ചോദിക്കുന്ന എല്ലാ സഹായങ്ങളും അല്ലാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് തേടാം എന്നുള്ള വാദമാണ് ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തം. എത്രമാത്രം സാഹസപ്പെട്ടുകൊണ്ടാണ് ഈ വിശ്വാസം ഈ സമുദായത്തിൽ നിലനിർത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കുതന്ത്രങ്ങളും എന്തെല്ലാം അടവുകളുമാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസം അഥവാ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അതിവിടെ നടപ്പിലാക്കാൻ, ഈ സമുദായത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി എത്രയോ വാദപ്രതിവാദങ്ങൾ നടത്തി, എത്രയോ മുഖാമുഖങ്ങൾ നടത്തി, എത്രയോ പതിറ്റാണ്ടുകളായി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, എത്രയോ രചനകൾ നടത്തി, എത്രയോ പുസ്തകങ്ങൾ ഇവിടെ രചിച്ചു വിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ അത് അനുവദനീയവും പുണ്യമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? പരിശുദ്ധ ഖുർആനിനെതിരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനത്തിനെതിരാണ്, സ്വഹാബത്തിന്റെ നിലപാടിനെതിരാണ്. അങ്ങനെ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ ഇളക്കിക്കളയുന്ന ഈ വിശ്വാസം ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഖുർആൻ വരെ ദുർവ്യാഖ്യാനിക്കുകയല്ല, തിരുത്തി എഴുതുക വരെ ചെയ്തു എന്നതാണ് സത്യം. ഖുർആൻ തിരുത്തി എഴുതുക വരെ ചെയ്തു. എന്തിനായിരുന്നു? അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാം, അല്ലാഹു അല്ലാത്തവരോട് പൊറുക്കലിനെ ചോദിക്കാം, സ്വർഗം ചോദിക്കാം. ഇത്തരം ഈ അന്ധത നടപ്പിലാക്കാൻ വേണ്ടി അവർ ഖുർആനിനെ തിരുത്തി എഴുതുക വരെ ചെയ്തു. ഇത് എതിർക്കാൻ ഈ രാജ്യത്ത് ആരുണ്ട്? ഇതെടുത്തു പറയാൻ ഈ രാജ്യത്ത് ആരുണ്ട്?
ഇത് തെറ്റാണ്, ഇത് നിങ്ങൾ ചെയ്യുന്നത് അക്രമമാണ്, ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിനെതിരാണ്, ഇത് ഖുർആനിനെതിരാണ്, ഇത് ഹദീസിനെതിരാണ്, ഇസ്ലാമിക ചരിത്രത്തിനെതിരാണ്. ഇത് പറയാൻ ഈ രാജ്യത്ത് ആരുണ്ട് സഹോദരങ്ങളെ? എന്തിനാണെന്നറിയുമോ ഈ ആശയം ഇവിടെ നടപ്പാക്കുന്നത്? ഇത് നടപ്പാക്കിയാൽ മാത്രമേ അതിന്റെ അപ്പുറത്തേക്ക് ഇവർ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി ലാഭങ്ങൾ ഇവിടെ കൊയ്തെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇതിന്റെ മറയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കോടിക്കണക്കിന് വരുമാനമുണ്ടാക്കാൻ സാധ്യമാകുന്ന കപടമായ മറകൾ സൃഷ്ടിച്ചുകൊണ്ട്, അഥവാ ദീനിന്റെ പേരിലും അതേപോലെ തന്നെ ആത്മീയതയുടെ പേരിലും കപടമായ മറകൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ വരുമാന സ്രോതസ് ഇവിടെ പടച്ചുണ്ടാക്കുന്നതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്തിഗാസ എന്ന വലാലത്ത് ഇസ്ലാമിലേക്ക് ഇവർ കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊരാൾക്കും ഇത് തിരിച്ചറിയാവുന്നതാണ്. ഇത് ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. ഫാത്തിഹ ഓതുന്ന എല്ലാവർക്കും അറിയാലോ, ഇത് ഒരിക്കലും മുസ്ലിം സമുദായത്തിന് പറ്റുന്ന കാര്യമല്ല. മരിച്ചവരോട് പ്രാർത്ഥിക്കുക, മരിച്ചവരോട് സങ്കടം പറയുക, മരിച്ച ജീവനില്ലാത്തവരോട് അഭയം തേടുക. അല്ലാഹു ഖുർആനിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമാണോ എന്ന് വളരെ വ്യക്തമായി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നത് മരിച്ചവർക്ക് ജീവനുള്ളവരെക്കാൾ കൂടുതൽ കഴിവാണ് എന്നതാണ്. അതെ, മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ കഴിവുണ്ട്. എന്നിട്ട് അത് സ്ഥാപിച്ചാലല്ലേ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ മഖ്ബറകളിലേക്ക് നയിക്കാൻ പറ്റൂ. അതെ, മഖ്ബറകളിലേക്ക് നയിക്കാൻ പറ്റൂ. ഇവിടെ ജാരങ്ങൾ പൊന്തുകയുള്ളൂ. ഈ ആശയം ഇവിടെ നടപ്പിലാക്കിയാലേ ഇവിടെ ജാരങ്ങൾ പൊന്തുകയുള്ളൂ. ജാരങ്ങൾ പൊന്തുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാപകമായി ജാരങ്ങൾ കെട്ടിപ്പൊക്കുന്നു. എന്തിനാണ്? പാവപ്പെട്ടവരെ അതിലേക്ക് നയിക്കാൻ. അതെ, അവിടെ ചെന്ന് ഈ ഇസ്തിഗാസ എന്ന വലാലത്ത് അവിടെ നടപ്പിലാക്കാൻ. നിങ്ങൾ പോയി ചോദിച്ചോളുക, ഇവർ ജാരങ്ങളിലേക്ക് പോണത് എന്തിനാ? ഖബർ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ? അല്ല, ഖബർ സിയാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഓരോറ്റ സമസ്തക്കാരനും ജാരങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ എന്തിനാണ്? സാധാരണക്കാരുടെ മഖബറകൾ സിയാറത്ത് ചെയ്യുക എന്നത് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. ഔലിയാക്കന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുക എന്നത് മാത്രമാണ് അവർക്ക് പ്രാധാന്യമുള്ളത്. അത് തന്നെ സിയാറത്ത് ഉദ്ദേശിച്ചല്ല, ഇസ്തിഗാസ ഉദ്ദേശിച്ചാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഭീമാപ്പള്ളിയിലേക്കും അതേപോലെ തന്നെ മമ്പുറത്തേക്കും അതേപോലെ തന്നെ ഏർവാടിയിലേക്കും നാവൂർക്കും മുത്തിപ്പേട്ടക്കും ഒക്കെ യാത്ര ചെയ്തുകൊണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കി പോകുന്നത് എന്തിനാ? മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യാനാണോ? അല്ല, അവിടെ ചെന്ന് അവരോട് സങ്കടം പറയാനാണ്, അവരോട് ഇസ്തിഗാസ നടത്താനാണ്. അതെ, അങ്ങനെ നടത്താൻ വേണ്ടി ഇവരെ കൊണ്ടുപോകുന്നവർക്ക് അതിന്റെ പേരിൽ വലിയൊരു വരുമാനം ഉണ്ടാവുകയും അങ്ങനെ ആളുകളെ കൊണ്ടുപോയി അവിടെ കൂട്ടി ആ മഖബറകളിൽ വലിയൊരു ജനസമൂഹത്തെ ഉണ്ടാക്കുകയും അങ്ങനെ അവിടെ വലിയൊരു ഫണ്ട് ശേഖരിക്കാനുള്ള അവസരം അവിടെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഇസ്തിഗാസ എന്ന വലാലത്ത് അത് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിന് എതിരാണെന്ന് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ ഉദ്ദേശിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളാണ്. ഭൗതികമായ നേട്ടങ്ങൾ ഇവിടെ കൊയ്യണമെങ്കിൽ, അത് വാരിയെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്തിഗാസ ഇവിടെ നിലനിന്നേ പറ്റൂ. അതുകൊണ്ട് അതിനെ ആരെതിർത്താലും അവരോട് സന്ധിയില്ലാ സമരം നടത്തും. അതിശക്തമായി അതിനെ അവരെതിർക്കും. ഖുർആൻ വരെ വേണമെങ്കിൽ ഞങ്ങൾ ദുർവ്യാഖ്യാനിക്കും, അല്ല തിരുത്തി എഴുതുക വരെ ഞങ്ങൾ ചെയ്യും. ഇതാണ് ഖുർആനിനോട് യുദ്ധ പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുക ഇസ്തിഗാസ നടപ്പിലാക്കാൻ വേണ്ടി. ഈ ഇസ്തിഗാസ നടപ്പിലായാൽ ഈ ഇസ്തിഗാസ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം മാത്രമേ ജാറങ്ങളിലേക്ക് ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. അതെ, ഈ ജാരങ്ങളിൽ ചെല്ലുകയും അവിടെ ചെന്ന് ഇല്ലാത്ത അനാചാരങ്ങളും മുഴുവൻ അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇസ്ലാം എന്തൊക്കെ നിരോധിക്കുന്നു, ഇസ്ലാം എന്തൊക്കെ വെറുക്കുന്നു, വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും എന്തൊക്കെ വെറുക്കുന്നു, അതൊക്കെ ഇവര് നടപ്പിലാക്കുക. ആ ഓരോ കാലഘട്ടങ്ങളിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യും. ഒരു കാലത്ത് വ്യാപകമായ ഖബറുകൾ കെട്ടിപ്പൊക്കലായിരുന്നു. മറ്റൊരു ഭാഗത്ത് ഇവിടെ അമ്മമാരും ബാബമാരും ഉള്ളതുപോലെ
ഉപ്പാപ്പമാരും തരീഖത്തിന്റെ ശൈഖന്മാരും തങ്ങന്മാരും ബീവിമാരും ഇങ്ങനെ ഉടലെടുക്കലായിരുന്നു. തരീഖത്തും ശൈഖും ഒന്നും ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. തരീഖത്ത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനാണ് ശരിയായ തരീഖത്ത് എന്ന് പറയുന്നത്. അത് സ്വഹാബത്ത് മാതൃക കാണിച്ചു തന്നതാണ്. പക്ഷേ ഇവരിവിടെ നടപ്പിലാക്കുന്ന തരീഖത്തോ ആ തരീഖത്ത് യഥാർത്ഥ തരീഖത്താണോ? അല്ല. നിസ്കരിക്കാത്ത തരീഖത്താ, നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്ന തരീഖത്ത്, ശരീഅത്തിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും പാലിക്കാൻ തയ്യാറില്ലാത്ത തരീഖത്ത്, ആ തരീഖത്താണ്. ഒരു തരീഖത്തുകാരൻ ആ തരീഖത്ത് അംഗീകരിക്കുന്നതോടുകൂടെ തന്നെ ക്രമേണ അവരിൽ നിന്ന് നിസ്കാരം ഒഴിവാകുന്നതാണ്. ശരീഅത്തിന്റെ എല്ലാ നിലപാടുകളും അവനിൽ നിന്നിങ്ങനെ ഒഴിവാവുകയും അങ്ങനെ അവന്റെ ഹൃദയത്തിൽ മാത്രം ദിക്ർ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവൻ ഉയരുമെന്നാണ് പറയുന്നത്. അതിനും അവർക്ക് ഖുർആനിൽ തെളിവുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ. യഖീൻ വരുന്നതുവരെ, ഉറപ്പ് വരുന്നതുവരെ നിങ്ങൾ നിസ്കരിച്ചാൽ മതി. അത്തരം തരീഖത്തുകളെ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു. ചില തരീഖത്തുകളെ ഇവർ എതിർക്കുമെങ്കിൽ പോലും അവർക്കിഷ്ടമുള്ള ചില തരീഖത്തുകളെ അവർ എന്തു തന്നെ വലാലത്തിൽ അകപ്പെട്ടവരാണെങ്കിലും അതിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പടിഞ്ഞാട്ട് കുമ്പിടാത്തവരും സ്വർണമാല ധരിക്കുന്നവരും അതേപോലെ തന്നെ താടി വടിച്ചു കളയുന്നവരും അങ്ങനെ അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന മുഴുവൻ ഇസ്ലാമികമായ നടപടിക്രമങ്ങളും പരിപൂർണമായും ഒഴിവാക്കുകയും അങ്ങനെ പൂർണ്ണമായും ദീനിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസ്ഥയിലും ഇസ്ലാമിന് എതിരായ നിലപാട് സ്വീകരിക്കുമ്പോഴും അപ്പോഴും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആ തരീഖത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി നമുക്ക് കാണാവുന്നതാണ്. ചിലപ്പോൾ വ്യാപകമായി ഉപ്പാപ്പമാരെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ തരത്തിലുള്ള ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ സഹായിക്കുന്ന അന്ധവിശ്വാസങ്ങളെ പാലൂട്ടി വളർത്തുന്ന രീതികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ഇങ്ങനെ വ്യാപകമായി കൊണ്ടു നടന്ന് അത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം വിറ്റ് കാശാക്കുന്ന രീതിയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ മുസ്ലിം സമൂഹം അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടറിയണം. ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിം മുജാഹിദ് വിഭാഗം ഔലിയാക്കൾക്ക് എതിരാണ്, അല്ലെങ്കിൽ കറാമത്തിനെതിരാണ്, ഖബർ സിയാറത്തിനെതിരാണ്. ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കല്ലേ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ശരിയായ രീതിയിൽ അംഗീകരിക്കുന്നവരാണ് മുജാഹിദ് വിഭാഗം. കറാമത്തിനെ 100% അംഗീകരിക്കുന്നവരാണ് മുജാഹിദ് വിഭാഗം. മുഅ്ജിസത്തുകളെയും 100% അംഗീകരിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, മുഅ്ജിസത്ത് കറാമത്തുകളെ നിഷേധിക്കുന്നത് ഇസ്ലാമിൽ നിന്ന് വെളിയിൽ പോകാൻ കാരണമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ശരിയായ രൂപത്തിൽ മുസ്ലിം സമൂഹത്തിൽ വ്യക്തമായി വരച്ച് കാണിച്ചത് ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ. വ്യക്തമായി സമുദായത്തെ പഠിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുജാഹിദുകളാണ്. അതേസമയം ഇവര് പഠിപ്പിക്കുന്ന ഔലിയാക്കളുടെ സ്ഥിതി ഒന്ന് വായിച്ചു നോക്കിയാൽ, ഇവരിൽ നിന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. മറിച്ച് അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കുന്ന വിധത്തിലായിരിക്കും ഇവർ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും മുജാഹിദുകൾ ഔലിയാക്കളെ നിഷേധിക്കുന്നവരല്ല. ഔലിയാക്കളെ നിഷേധിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ബഖിയത്ത്, അവശിഷ്ടങ്ങള്, അത് പുണ്യമുള്ളതാണ്, അത് അനുഗ്രഹീതമാണ്. അവിടുത്തെ മുടിയും അവിടുത്തെ വിയർപ്പും അവിടുന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങളും ഒക്കെ തന്നെ അത് അനുഗ്രഹീതമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ വന്ന മുഴുവൻ ഹദീസുകളും മുജാഹിദുകൾ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ പിന്നെ എന്തുകൊണ്ടാണ് ഈ മുടിയെ എതിർക്കുന്നത്? അതെ, അത് എതിർക്കുന്നത് ഇവിടെ സമസ്ത എതിർക്കുന്നല്ലോ. ഇവിടെ മുജാഹിദുകളെക്കാൾ മുൻപെതിർത്തത് സമസ്തയാണല്ലോ. വലിയ സമസ്തയാണ് പറയുന്നത്. അതിന് തെളിവെവിടെ? അത് അള്ളാന്റെ റസൂലിന്റെ മുടിയാണ് എന്നതിന് എവിടെയാണ് സനദ് എന്ന് സമസ്തയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. മുജാഹിദുകൾ മാത്രമല്ലല്ലോ ചോദിച്ചത്. ഇവിടെ മുജാഹിദ് മൗലവി പ്രസംഗിച്ചില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണോ
അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും അവശിഷ്ടം ഇന്ന് അവശേഷിക്കുന്നുണ്ട് എന്ന് ശരിയായ സ്വഹീഹായ സനദ് സഹിതം ലഭിച്ചാൽ അത് ഏറ്റെടുക്കാൻ മുജാഹിദുകൾ മുൻപിലുണ്ടാകുമെന്ന് ഇവിടെ മുജാഹിദുകൾ പ്രസംഗിച്ചില്ലേ? തീർച്ചയായും ആ പ്രഖ്യാപനത്തിൽ ഇന്നും മുജാഹിദുകൾ ഉറച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ ഇന്ന് ഈ ഭൂമിയുടെ മുകളിൽ നിലവിലുണ്ടെങ്കിൽ അത് ശരിയായ സനദ് അടക്കം നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതൊരാളും അത് അംഗീകരിക്കും. തീർച്ചയായും നാം അത് വളരെ വ്യക്തമായി അവധാനതയോടെ മനസ്സിലാക്കണം. സമസ്തയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ഇതുവരെയും ആ വിഘടിത സമസ്തക്ക് പറ്റിയിട്ടില്ലല്ലോ, മുടിയുമായി നടക്കുന്നവർക്ക് പറ്റിയിട്ടില്ലല്ലോ. അതേപോലെ തന്നെ മുടിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് തങ്ങള് പ്രഖ്യാപിച്ചല്ലോ, ശിഹാബ് തങ്ങള്. അതിന് മറുപടി പറയാനും വ്യക്തമായി അവർക്ക് പറ്റിയിട്ടില്ലല്ലോ. അപ്പോ സമസ്തയുടെ നിലപാടിനെയെങ്കിലും മനസ്സിലാക്കുക എന്നതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നു ബഹുമാന്യനായ അഹമ്മദ് അനസ് മൗലവി. അതുകൊണ്ട് അത് നിങ്ങൾ സശ്രദ്ധം കേൾക്കണം. എനിക്ക് അവസാനമായി വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ നിങ്ങളോട് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഈ ഉള്ളവൻ വിധേയനായത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക പലർക്കും ഉണ്ടാകുമല്ലോ. അതെ, ഇത്തരത്തിലുള്ള സത്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാനാണ്. ഇത്തരം സത്യങ്ങൾ ഒരിക്കലും തുറന്നു പറയാൻ ഞാൻ 50-50 വർഷം നിലകൊണ്ട വിഭാഗത്തിൽ സാധ്യമല്ല. ഒരു പക്ഷേ കുറെയൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിലാണ് എനിക്ക് നിർബന്ധിതമായി ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. തീർച്ചയായും തൗഹീദിനെ സംബന്ധിച്ച് വ്യക്തമായി ജനങ്ങളോട് പറയാൻ, അതേപോലെ തന്നെ സുന്നത്തിനെ സംബന്ധിച്ച് അതിന്റെ ശരിയായ നിലപാടെന്താണെന്ന് ജനങ്ങളോട് പറയാൻ നിങ്ങൾ സുന്നത്തിനെ അംഗീകരിക്കണം, ബിദ്അത്തിനെ ഒഴിവാക്കണം. എന്താണ് ബിദ്അത്ത് എന്ന് കൃത്യമായി ജനങ്ങളോട് പറയാൻ ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപാട് ആയത്തുകൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് പറയാൻ മറുപക്ഷത്തിന് സാധ്യമല്ല. ഒരുപാട് ഹദീസുകൾ ഇന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒട്ടനവധി ഹദീസുകൾ ജനങ്ങളോട് പറയാൻ ഈ വിഭാഗത്തിന് സാധ്യമല്ല. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞല്ലോ. അതെ, എന്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, കുല്ലു ബിദ്അത്തിൻ ളലാല വഇൻ യറാഹൻ നാസു ഹസനാ. എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ജനങ്ങൾ അത് നല്ലതാണെന്ന് മനസ്സിലാക്കിയാലും ശരി, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല. അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് കുല്ലു ബിദ്അത്തിൻ ളലാല എന്നതിന് കുല്ലു ബിദ്അത്തിൻ ശർഇയ്യ, ശർഇയ്യായ ബിദ്അത്ത് ളലാലത്താണ് എന്നാണ്. അഥവാ ശർഇൽ മതത്തിന്റെ പേരിൽ പടച്ചുണ്ടാക്കുന്ന എല്ലാ പുതിയ കാര്യങ്ങളും ളലാലത്താണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് അംഗീകരിച്ചാൽ മതി. മതത്തിന്റെ പേരിൽ പടച്ചുണ്ടാക്കുന്ന ബിദ്അത്തുകൾ അത് ളലാലത്താണെന്ന് അംഗീകരിച്ചാൽ പ്രശ്നം പരിഹരിച്ചല്ലോ. മതത്തിന്റെ പേരിൽ പടച്ചുണ്ടാക്കിയതല്ലേ മൗലിദുകള്, മതത്തിന്റെ പേരിൽ പടച്ചുണ്ടാക്കിയതല്ലേ റാത്തീബുകള്, മതത്തിന്റെ പേരിൽ പടച്ചുണ്ടാക്കിയതല്ലേ കുതുബിയത്ത്, മതത്തിന്റെ പേരിൽ പടച്ചുണ്ടാക്കിയതല്ലേ ഈ ഖബർ കെട്ടിപ്പൊക്കല്. ഇതൊക്കെ ദീനിൽ പുണ്യമുള്ളതും മതപരമായ മതത്തിന്റെ പേരിലുമല്ലേ പടച്ചുണ്ടാക്കിയിട്ടുള്ളത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സമുദായത്തിൽ നിലകൊള്ളുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ദീനിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ എത്രയും പെട്ടെന്ന് കുളിപ്പിക്കുകയും കഫം ചെയ്യുകയും അവനെ നമസ്കരിക്കുകയും മയ്യിത്ത് നിസ്കരിക്കുകയും മറവ് ചെയ്യുകയും ചെയ്യുക. പിന്നീട് അവനുമായി ഒരു മുസ്ലിമിന്റെ ബന്ധം എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അവർക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇതല്ലേ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം മരിച്ചാൽ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടുന്ന നിർബന്ധമായ ബാധ്യത. എന്നാൽ അവന് വേണ്ടി ദാനം ചെയ്യാമോ? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നഅം, പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ള പറഞ്ഞു. ശരിയാണ്, ദാനം ചെയ്താൽ പ്രതിഫലം കിട്ടും. അത് നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് ദാനമാണോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വീടുകളിൽ ആളുകൾ ഒത്തുകൂടുകയും അങ്ങനെ മൗലിദ് കിതാബ് കൊണ്ടുവരികയും
മൗലീദ് നടത്തുകയും ആ മൗലീദിന്റെ കൂട്ടത്തില് നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ പാടി ചുവട് വെച്ച് അല്ലെങ്കിൽ തുള്ളി ചാടി ആടി പാടി നടത്തുന്ന മൗലിദുകളൊക്കെ മരണ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? പലതരത്തിലുള്ള മൗലിദുകൾ, ഷാദുലി മൗലിദോ റാത്തീബോ, അത്തരം മൗലിദുകളും റാത്തീബുകളൊക്കെ പാടുമ്പോ ഒരുതരം ഡാൻസ് ആണ് ആ മൗലിദിന്റെ പേരിൽ നടക്കുന്നത്. മരിച്ച വീട്ടിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മരിച്ച വീട്ടിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കണം ഉണ്ടാകേണ്ടത്? ഫുഖഹാക്കൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുക്കൂത്തായിരിക്കണം എന്നതാണ്, നിശബ്ദതയാണ്. മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിശബ്ദത പാലിക്കണം. നിങ്ങൾക്ക് ദുആ ചെയ്യുകയോ അല്ലെങ്കിൽ പാരായണം നടത്തുകയോ ഒക്കെ ചെയ്യാം. മറ്റുള്ളവർ കേൾക്കാതെ സ്വന്തമായി നിങ്ങൾക്ക് പാരായണം ചെയ്യാം, നിങ്ങൾക്ക് ദുആ ചെയ്യാം. പക്ഷേ നടക്കുന്നത് അതാണോ? അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു ഫാത്തിഹ അങ്ങ് വിളിച്ചാൽ വലിയ ഉച്ചത്തില് അങ്ങ് പാരായണം ചെയ്യുകയും വലിയ ഒരു ദുആ സമ്മേളനമാക്കി മാറ്റുകയും ചെയ്യുക. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ദുആ സമ്മേളനം നടത്തുക. ഇവിടെ അത് ശരീഅത്താണോ? അത് ശർഅ് കൽപ്പിച്ച കാര്യമാണോ? അതേപോലെ തന്നെ മൂന്നാം ഫാത്തിഹ, ഏഴിന്റെ എന്നുള്ള അടിയന്തരം 40 ആണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് ശരീഅത്ത് അനുവദിക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടുള്ള പുണ്യകർമ്മമാണോ? അത് തടയുന്നവർക്കാണ് പ്രതിഫലം എന്നാണ് ഇവിടെ ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. അത് തടയുന്നവർക്ക് ആണ് പ്രതിഫലം എന്ന് കണ്ടോ? ഇവിടെ എന്താണ്